Hi everyone. So finally here I am putting up this video. Hopefully interruptions ഒന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേത്ര is sleeping. So എനിക്ക് തോന്നുന്നൊരു good 1 hourൻ്റെ വിൻഡോ എനിക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അപ്പോൾ ഈ ഒരു വീഡിയോ ലോങ് പെൻഡിങ് ആണ്. ഇത് ഞാൻ യൂട്യൂബിലിടാനുള്ള റീസൺ ദിസ് വീഡിയോ ഇസ് ഡെഫിനറ്റ്ലി ഗോയിൻ ടു ബി വെരി ലോങ്. കാരണം ഒന്ന് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മുഴുവനായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. രണ്ട് കുറേ ക്വരീസ് വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ക്വരീസ് വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ അഡ്രസ്സ് ചെയ്യാനും കൂടെ ആഗ്രഹിക്കുന്നത്. സോ ഓബ്വിയസ്ലി ഒരു ലോങ് വീഡിയോ തന്നെയാണിത്. നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആരെയും തന്നെ നിരുത്സാഹപ്പെടുത്താനല്ല കേട്ടോ ആഗ്രഹിക്കുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ഡിറ്റർ എനിബഡി ഫ്രം ദിസ് ജേർണി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും എനിക്ക് വളരെ ഇമോഷണലി ഡ്രെയിനിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ പ്രോസസ്സ് കാരണം ഇമോഷണലി ഡ്രെയിനിങ് ആയിട്ട് തോന്നിയിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ ഫുള്ളി സംബഡി ഹാഡ് പ്രിപ്പയർഡ് മീ ഫോർ ദിസ്. ആരെങ്കിലും എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയേനേയും എന്നെനിക്ക് തോന്നിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഐ ഹാവ് നോട്ട് സീൻ എനി വീഡിയോ വെയർ ദ പ്രോസസ് ഈസ് എക്സ്പ്ലെയിൻഡ്. എല്ലാവരും ഈ കുഞ്ഞിനെ എടുത്തതിന് ശേഷമുള്ള ജേർണിയൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുന്നേ ഉള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എത്രമാത്രം ഇമോഷണലി ഡ്രെയിനിങ് ആണെന്ന് ആരും എവിടെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. ആ ഒരു റിയാലിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് യു വിൽ ബി ഇമോഷണലി റെസിലിയൻറ്റ്. കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. നമ്മുടെ അടുത്ത് ഇന്നതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആകുമല്ലോ. ആ ഒരു റെസിലിയൻസ് നിങ്ങൾക്ക് തരിക എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ആൻഡ് ദെൻ ഐ തിങ്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മേ ബി 2019 നമുക്ക് തിരിച്ചു പോകാം. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ജോണും ഞാനും ഈ ഒരു ജേർണിയിലേക്ക് എത്തിയത് ഇസ് നോട്ട് ബിക്കോസ് വി വർ വെരി അൺഹാപ്പി ഇൻ നോട്ട് ഹാവിങ് എ ചൈൽഡ്. അത് പറയാനുള്ള റീസൺ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യോ മായ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മായ്ക്കും ജോൺ ഒരു കുഞ്ഞുണ്ടാവണേ, നിങ്ങളെ കാണുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും നിങ്ങൾ ഇൻകംപ്ലീറ്റ് ആണ്. ഞാനിത് പറയുമ്പോൾ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് റോങ്ലി, ബട്ട് വി വർ നെവർ ഇൻകംപ്ലീറ്റ്. വി നെവർ ഫെൽറ്റ് വി വർ ഇൻകംപ്ലീറ്റ്. വി വർ ഓൾവേസ് എ ഹാപ്പി കപ്പിൾ. ദൈവം സഹായിച്ച് ദ ജോബ് വാസ് ഗ്രേറ്റ്. നമ്മുടെ ജോലി അറിയാലോ, ഇറ്റ്സ് ഓൾവേസ് എ ലോട്ട് ഓഫ് ഫൺ. നമുക്ക് ഭയങ്കര ബിസി ഒരു ലൈഫ് സ്റ്റൈലാണ്. ഫങ്ഷൻസും ഈവൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ട്രാവൽ ചെയ്യുക. നമുക്ക് ഇപ്പോൾ ജോണിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു 2 മൂവീസ് ചെയ്യണം എന്നുള്ള. ഹി ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി ടു ഡു 2 മൂവീസ്. ആൻഡ് ദെൻ നമുക്ക് നാട്ടിലൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിൽ. ആൻഡ് ഐ തിങ്ക് ഒരു 2019 ഒക്കെ ആയപ്പോഴാണ് നമുക്ക് എവിടെയോ ഓക്കെ വി ആർ കൈൻഡ് ഓഫ് സെറ്റിൽഡ് എന്നുള്ള ഒരു ഫീലിംഗ് വന്നത്. അപ്പം ഒരു ദിവസം ഐ തിങ്ക് എൻ്റെ ഷോയിലാണെന്ന് തോന്നുന്നു ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഫെർട്ടിലിറ്റി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഹി സെഡ്, മായ്ക്ക് എന്തെങ്കിലും ഇത് കുഞ്ഞുങ്ങളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. വൈ ഡോണ്ട് യു കം ഓവർ? അങ്ങനെ വി ഗോട്ട് ടോക്കിംഗ്. സോ ഇറ്റ് വാസ് ലൈക്ക് എ റാൻഡം ഒരു കോൺവെർസേഷനിലൂടെ നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ വൈ നോട്ട് നൗ എന്ന് ചിന്തിച്ചു. സോ ദെൻ ആക്ച്വലി ആദ്യം തന്നെ നമ്മൾ ഒരു കുഞ്ഞിനെ എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് സാധാരണ ഇതൊരു വളരെ ഡെലിക്കേറ്റ് ഒരു ടോപ്പിക്കാണല്ലോ. ഇപ്പോൾ ഒരു സ്പൗസ് പറഞ്ഞെങ്കിലും മറ്റേയാളത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിൽ നിന്നും റെസിസ്റ്റൻസ് വരാം. ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് ടോപ്പിക്, റൈറ്റ്? പക്ഷേ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ ജോൺ സെഡ് യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. സോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സോ ദിസ് വാസ് ഓൾവേസ് ദ പ്ലാൻ എ. It was always plan A. പക്ഷേ having said that, I also want to be extremely honest and say that yes, I did fertility treatment. It did not happen. പക്ഷേ നടന്നില്ല എന്നത് എന്നെ അങ്ങനെ ഡിസപ്പോയിൻറ്റ് ചെയ്ത് എന്നെ അങ്ങ് മാനസികമായിട്ട് തളർത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദാറ്റ് വാസ് ജസ്റ്റ് എ പ്ലാൻ ബി. അതിങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തു, അത് നടന്നില്ല. ബട്ട് പ്ലാൻ എ വാസ് ഓൾവേസ് ദിസ്. സോ അതെനിക്കൊന്ന് പ്രോബബ്ലി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ പറയാമായിരുന്നു, എനിക്ക് പറ്റുവാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ എനിക്ക് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അന്നേ ഞാൻ പറയായിരുന്നു. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഞാൻ പറഞ്ഞതും ജോൺ വാസ് ലൈക്ക്
യെസ് ലെറ്റ്സ് ഡു ഇറ്റ്. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജേർണിയിലേക്ക് കയറുന്നത്. സോ 2020 ആയപ്പോഴാണ് നമ്മൾ ഐ ടോൾഡ് യു റൈറ്റ്, ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് 2020 ആയപ്പോഴത്തേക്കും വി ഡിസൈഡഡ് വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ദിസ് ഈസ് ദ പ്ലാൻ എ ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് എനിക്ക് ഇൻഫർമേഷൻ വേണമല്ലോ, ഇത് എവിടെയാണ് ഇത് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ വേണം. സോ ഫസ്റ്റ് ഞാൻ ചെയ്തത്, ഞാൻ നമ്മുടെ കൂടെ ഉള്ള ഫസ്ലൂൻ്റെ അടുത്താണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഫസ്ലു എനിക്ക് ഇതുപോലത്തെ എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം. സോ ഫസ്ലു വാസ് വെരി ഹാപ്പി. ഹീ സെഡ് എടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ എല്ലാ ഇൻഫർമേഷൻ തരാം. അങ്ങനെ ഫസ്ലു ആണ് എനിക്ക് ആദ്യമായിട്ട് ആഫ, അതായത് കാര എന്ന് പറയുന്ന ഒരു സെൻട്രൽ ബോഡി ഉണ്ട്, വിച്ച് ഇസ് ദി അഡോപ്ഷൻ ബോഡി ഇൻ ഇന്ത്യ. കാരയുടെ അഫിലിയേറ്റഡ് ഒരു ഏജൻസിയാണ് ഇവിടെ ഉള്ളത്. അതൊരു 10-35 വർഷം മുന്നേ ഓമന മേനൻ എന്ന് പറയുന്ന ഒരു മലയാളി ലേഡി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഓമന മേനൻ ആയിരുന്നു ഇത് ഇത്രയും നാളും അത് അവർ റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഓമന മാഡം ഉണ്ട്, പക്ഷേ ഷീ ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് എത്ര ഇപ്പം ഒരു 82-83 വയസ്സുണ്ട്. സോ ഇപ്പം ഹെൽത്ത് വൈസ് ഷീ ഈസ് കൈൻഡ് ഓഫ് വീക്ക്, ഷീ കാൺ ഡു മച്ച്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞൊരു 10 years ആയിട്ട് അവർ നിയമിച്ചിരിക്കുന്ന ഒരു ആളുണ്ട്, മനീഷ് അറോറ. മനീഷ് അറോറയാണ് ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ചെയ്യുന്നത്. സോ ആഫയുടെ ഈ ഒരു ഏജൻസിയിലേക്ക്, അതായത് ആഫ എന്ന് പറയുന്ന ഏജൻസിയിൽ നിങ്ങൾ മനീഷ് അറോറയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റേഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ഫുൾ ലിസ്റ്റ് തരും. സോ നമുക്കും അങ്ങനെ തന്നെയായിരുന്നു. 2020 ഡിസംബറിൽ we got all our documents ready and 2021 ജാനുവരിയോടുകൂടി നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ഈ കാരയുടെ വെബ്സൈറ്റിലേക്ക് പോയി. ഓക്കെ, സോ കാരയുടെ വെബ്സൈറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയപ്പെടുന്നത് പാപ്സ് എന്നാണ്. സോ പാപ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ് നമുക്ക് അലോട്ട് ചെയ്യുന്നത്. ആ നമ്പറിൽ നമ്മളെ അറിയപ്പെടും. ആ സമയത്ത് നമ്മുടെ ചിലപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ 120 or 130 ഒക്കെ ആയിരിക്കും. ആൻഡ് ആ സമയത്ത് ഞാൻ മിസ്സസ് ഓമന മാഡത്തിനെ ഞാൻ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ അന്ന് നമ്മുടെ അടുത്ത്, ഇവർ രണ്ടുപേരും നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത്, നിങ്ങൾ എപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കരുത്, ഇതിനൊരു പ്രോസസ്സുണ്ട്, ഇത് ഓൾമോസ്റ്റ് ഒരു 3.5-4 വർഷം എടുക്കും. അപ്പോൾ ഈ ഒരു 3.5-4 yearsൻ്റെ ഇടയിൽ നിങ്ങൾ നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നിങ്ങളുടെ അടുത്ത് പറയാനില്ല. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഗിവ് അസ് ദ ടൈം. ആ ഒരു ടൈം ആകുമ്പോഴേ നിങ്ങൾക്കൊരു റെഫറൽ വരുള്ളൂ. സോ നമ്മുടെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തത് ബേബി ഗേൾ, ഇൻഫൻറ്റ് ആൻഡ് ഓൾ ഓവർ ഇന്ത്യ. നോ, ഇൻഫൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ, അതായത് പേരൻസിൻ്റെ കളക്റ്റീവ് ഏജ് 80 താഴെ ആയിരിക്കണം. അഥവാ നിങ്ങളുടെ കളക്റ്റീവ് ഏജ്, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ പ്രായം കൂട്ടുമ്പോൾ അത് 80 മുകളിലാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞ് 3 വയസ്സിന് മുകളിലുള്ള കുഞ്ഞായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് പ്രോസസ്സ്. ദെൻ ദ വെയിറ്റ് സ്റ്റാർട്ട്സ്. ഒരു 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഒരു പെൺകുട്ടി എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രിഫറൻസ്, വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് 2024 ഡിസംബറിലാണ് ആദ്യമായിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ ഒരു റെഫറൽ കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ആസ് വി സെറ്റ്, എന്നെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ 4 വർഷം എടുക്കും, അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കരുത്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു കോള് പോലും ഓമന മാഡത്തിനോ മനീഷിനോ നമ്മൾ ചെയ്തിട്ടില്ല. വി നെവർ കോൾ ബിക്കോസ് വി വാണ്ടഡ് ടു റെസ്പെക്ട് ദ പ്രോസസ്, ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് ഇതൊരു കുറേ ഹ്യൂജ് ഒരു പ്രോസസ്സാണ്, ഇത്രയും ആൾക്കാർ ഉള്ള ഒരു പ്രോസസ്സാണ്, ഇത്രയും ഒരു കളക്റ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു ഏരിയ കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വി തോട്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ ടൈം. ആൻഡ് വി വർ ഓൾസോ ബിസി. നമ്മുടേതായിട്ടുള്ള ആ സമയത്ത് കോവിഡ് വന്നു, പിന്നെ അറിയാമല്ലോ ലൈഫ് വാസ് വെരി ഡിഫറെൻറ്റ് അറ്റ് ദാറ്റ് ടൈം. നമുക്ക് വേറെയും കുറേ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും മനീഷിനെയോ അല്ലെങ്കിൽ ഓമന മാഡത്തിനെയോ നമ്മൾ വിളിച്ചിട്ടേയില്ല. ബട്ട് 2024 ഡിസംബറിൽ റെഫറൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ വി റിയലൈസ് ഓക്കെ, നൗ ആ ജേർണി ഹാസ് ബിഗൺ. ഓക്കെ, സോ ഇറ്റ് ഇസ് ലൈക്ക് ലിറ്ററലി നമ്മൾ ഒരു പേരൻ്റ് ആയിക്കഴിഞ്ഞു, മനസ്സുകൊണ്ട് നമ്മൾ ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴല്ലോ പിന്നെ ആ കുഞ്ഞ് നമ്മുടെയാണ്. അതിനകത്ത് യാതൊരു ഡിഫറൻസും ഇല്ല, അതൊരു ഹ്യൂമൻ ഇമോഷനാണ്. അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് സത്യം പറഞ്ഞാൽ വിയേർഡ്. സോ ദെൻ we were like, okay, Manish, see, ഒരിക്കലും നമ്മൾ നിങ്ങളെ വിളിച്ചിട്ടേയില്ല. We have never called you, we have never disturbed you. So now we want to know, will it still take a long time? He said, no, Maya, usually the process is only like around 4 to max 6 months. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഫൈൻ. അപ്പം അറ്റ്ലീസ്റ്റ് കുഞ്ഞിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ 6 months ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 1 വയസ്സിൻ്റെ ഉള്ളിൽ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടും, ഇതായിരുന്നു മനസ്സിൽ.
that is where everything started going downhill because ഞാൻ എന്താണ് ഞാനും ജോണും കൂടി ട്രാവൽ ചെയ്ത് നമ്മൾ അവിടെ കൊണ്ടുപോയി ഡോസിയർ അപ്പം ഡോസിയറൊക്കെ പ്രിപ്പയർ ചെയ്യും. വീണ്ടും ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ, കുറേ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ പോലീസ് ക്ലിയറൻസ് ലെറ്റർ, സാലറി സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡോസിയർ എന്നാണ് ഇതിന് പറയുന്നത്. ഇറ്റ്സ് എ ഫയൽ. ഓക്കെ, സോ അങ്ങനെ ഒരു 4-5 ഡോസിയറോളം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ ഡോസിയർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഏത് ഹോമിലേക്കാണോ നമ്മളെ റെഫർ ചെയ്യുന്നത് അവരിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം. ബട്ട് വി തോട്ട് ആ ഒരു പേരിൽ നമുക്ക് കുഞ്ഞിനെയും ചെന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫ്ലൈ ചെയ്ത് നമ്മൾ അവിടെ പോയി കുഞ്ഞിനെയൊക്കെ കണ്ട് അവർക്ക് ബൈ ഹാൻഡ് നമ്മൾ ഡോസിയർ ഹാൻഡ് ഓവർ ചെയ്തു. ഇത് ഫെബ്രുവരി ഓഫ് 2025 ആണ് നടക്കുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് ആയപ്പം നമുക്ക് ഒരു മെസ്സേജ് വരുവാണ്, വൺ ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ഇസ് മിസ്സിങ്. സോ ഐ വാസ് ഷോക്ക്ഡ്. I said, it took you 3 months? It took you 3 months to tell us that a document is missing? അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ഫയൽ ഓപ്പൺ പോലും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് അപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് അപ്സെറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഹി സെഡ് നോ അത് ചിലപ്പോൾ അവർ നോക്കിയിട്ടുണ്ടാവില്ല. അഡ്വക്കേറ്റ്, അപ്പോൾ ഈ NRIs ആണെങ്കിൽ അവർ തന്നെയാണ് അഡ്വക്കേറ്റ്സിനെ നമുക്ക് നിയമിക്കുന്നത്. ബിക്കോസ് നമുക്ക് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി ആ ഹോമിലെ ആൾക്കാർ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ ഒരു അഡ്വക്കേറ്റും നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണത്. സോ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് വീണ്ടും ദർ വാസ് അനദർ ഡോക്യുമെൻറ്റ് ദാറ്റ് വാസ് മിസ്സിങ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അത് വീണ്ടും അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബോംബെയിലായിരുന്നു നമ്മുടെ കേസ് ഉണ്ടായിരുന്നത്. ബോംബെയിലെ കേസ് മഹാരാഷ്ട്രയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ടു ദ ഹൈക്കോർട്ട്. അതായത് ഈ അഡോപ്ഷൻ പ്രോസസ്സിൻ്റെ വിധി വരുന്നത് ഹൈക്കോർട്ടിൽ നിന്നാണ്. ബാക്കി എല്ലായിടത്തും സെഷൻസ് കോർട്ടൊക്കെയാണ്. പക്ഷേ നമുക്ക് അഗൈൻ ബോംബെ ആയതുകൊണ്ടും മഹാരാഷ്ട്ര ആയതുകൊണ്ടും ഹൈക്കോർട്ടിലാണ് കേസ് പോകുന്നത്. സോ അറിയാലോ, ഹൈക്കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം കേസസ് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ബട്ട് എന്നാലും ദേ സെഡ് ഇല്ല, അഡോപ്ഷൻ കേസസിന് അവർ കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. സോ ദെൻ മെയ് കഴിഞ്ഞു. മെയ് ആയപ്പോഴത്തേക്കും ഇവിടെ ഹൈക്കോർട്ട് ഗോസ് ഓൺ ഹോളിഡേ. പിന്നെ ജൂൺ, ജൂലൈ, ഓക്കെ, 2 മാസം അങ്ങനെ തന്നെ പോയി. ജൂലൈ ആയപ്പം ആ ഹോമിൽ നിന്നും നമുക്ക് ഒരു കോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കേസ് ഇതുവരെയും കോർട്ടിൽ പോകാത്തത് ഇവിടെ ആഫയുടെ ലൈസൻസ് എക്സ്പയർ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആഫയുടെ അവരുടെയും ലൈസൻസ്, അതായത് ആ ഹോമിലെയും ലൈസൻസും എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര ഗേവ് ദം ഒരു എക്സ്റ്റൻഷൻ ലെറ്റർ കൊടുക്കും. ആ എക്സ്റ്റൻഷൻ ലെറ്റർ കൊടുക്കുന്നത് കോർട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആഫയ്ക്ക് എന്താ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ലെറ്റർ കിട്ടത്തില്ലേ? ഇല്ല, ആഫയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ കിട്ടില്ല. അപ്പോൾ ആഫയുടെ ലൈസൻസ് പുതുക്കണം. ഈ ലൈസൻസ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 5 മാസം ആയിട്ട് റിന്യൂ ആവുന്നില്ല. ഇത് റിന്യൂ ചെയ്യേണ്ടത് കാരയാണ്. ഓക്കെ, സോ ദ സെൻട്രൽ ബോഡി ഈസ് നോട്ട് റിന്യൂയിങ് ദ ലൈസൻസ് ഓഫ് their affiliated agency and nobody knows the reason. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഞാൻ മാനസികമായിട്ട് തകർന്ന് തരിപ്പണമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും അപ്പുറം എങ്ങനെയാണിത് ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റുന്നത് പേരൻസിന്? ഇറ്റ് ഈസ് വെരി വെരി സാഡ്. സോ ആഫയുടെ ലൈസൻസ് എക്സ്പയർ ആയതുകൊണ്ടും അത് റിന്യൂ ചെയ്യാത്തത് കൊണ്ടും ഇത് കോർട്ടിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് കോർട്ടിന് എല്ലാ ഡോക്യുമെൻറ്റും ക്ലിയർ ആയാലേ ഒരു കേസിനൊരു വിധി പറയാൻ പറ്റുള്ളൂ. അപ്പം അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവും. സോ ഇവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ജോണും ഞാനും പോകുന്നുണ്ട്, കുഞ്ഞിനെ കാണുന്നുണ്ട്. സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ആകെ മൊത്തം എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. എനിക്ക് മാനസികമായിട്ട് ഞാൻ ഡ്രെയിൻഡ് ഔട്ടായി, എക്സോസ്റ്റഡ് ആവാൻ തുടങ്ങി. ദെൻ ഐ കോൾഡ് അപ്പ് മനീഷ് ആൻഡ് മനീഷ് വാസ് ഓൾസോ ലൈക്ക്, മായ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ക്യാൻ യു ട്വിസ്റ്റ് ആംസ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ ഒക്ടോബർ ആയപ്പോഴത്തേക്കും ഞാൻ ഓമന മാഡത്തിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, മാഡം, ഞാൻ വിളിക്കുന്നത് വളരെ വളരെ ഡെസ്പറേറ്റ് ആയിട്ടാണ്. ഇതെന്താണിത്? നമ്മൾ കുഞ്ഞിനെ കണ്ടത് 2024 ഡിസംബറിലാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് 2025 ഒക്ടോബറിലാണ്. 10 മാസത്തിന് മുകളിലായി മാഡം. ഇതുവരെയും ഒരു വിധി പോലും വന്നിട്ടില്ല, ഒരു കോർട്ടിലേക്ക് പോലും സംഭവം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി അൺഫെയർ ഓൺ പേരൻസ്. ദിസ് ഇസ് നോട്ട് ഹൗ ദ പ്രോസസ് ഷുഡ് ഹാപ്പൻ. അപ്പോൾ ഷീ വാസ് വെരി അപ്പോളജറ്റിക്. ഷീ സെഡ്, ഐ എം സോ സോറി മായ, ഐ ഡോണ്ട് നോ ഇതെന്താ ഇങ്ങനെ. അങ്ങനെ ദെൻ ഫൈനലി ഷീ സെഡ്, ലെറ്റ് മീ ട്രൈ ആൻഡ് ഗെറ്റ് ദിസ് സോർട്ടഡ്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ആൻഡ് ദെൻ ഐ തിങ്ക് ഒരു നവംബർ ആയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വീക്സിന് ശേഷം എന്നെ ഓമന മാഡം ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ്, മായ, ഐ എം സോ സോറി, ഐ ഡോണ്ട് നോ വൈ അവർ ലൈസൻസ് ഇസ് നോട്ട് ഗെറ്റിംഗ് റിന്യൂഡ്.
കാര എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു മാഡം നിങ്ങൾക്കവിടെ റിലേഷൻ ഇല്ലേ? അപ്പോൾ അവിടെ എന്തൊക്കെയോ കുറേ മാനേജറൽ ചേഞ്ചസോ എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സ്റ്റിൽ യു ഷുഡ് ഹാവ് ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യണമല്ലോ. അങ്ങനല്ലേ ഇതൊക്കെ വർക്ക് ചെയ്യുന്നു കുറേയൊക്കെ. യു ഷുഡ് ബി ഏബിൾ ടു വാക്ക് ഇൻ ടു ദാറ്റ് ഓഫീസ് ആൻഡ് ആസ്ക് ദ മെയിൻ പേഴ്സൺ ആസ് ടു വാട്ട് ഇസ് ദ പ്രോബ്ലം ഹിയർ, റൈറ്റ്? നോ വി ആർ ട്രൈങ് ടു റീച്ച് ദം, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. So when she said she doesn't know what the reason is, that is when we lost it completely. And അവിടെയാണ് നമ്മളുടെ ലാസ്റ്റ് വരെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തൊട്ടേ എനിക്ക് ഇതിനകത്ത് ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസോ ഒന്നും കൊണ്ടുവരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഇത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണല്ലോ. നമ്മളെല്ലാവരോടും ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കില്ല. ആഫ്റ്റർ എവറിത്തിങ് ഹാപ്പൻസ്, യെസ് യു മൈറ്റ് ഡിക്ലെയർ ഇറ്റ് ടു ദ വേൾഡ്, ബട്ട് അതിന് മുന്നേ നമ്മൾ ഏറ്റവും പ്രൈവറ്റ് ആയിട്ട് വെക്കുന്ന ഒരു കാര്യമല്ലേ. സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെൻ ഓമന മാഡം കോൾ മീ അപ്പ് ആൻഡ് സെഡ്, എനിക്കറിയില്ല മായ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കിളി പോയി. ഞാൻ പറഞ്ഞു ഓക്കെ, നൗ വി ആർ ഗെറ്റിംഗ് ഓൺ ടു ദ ഫീൽഡ്. നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ചെയ്തത് സുരേഷ് ഗോപിയെ വിളിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് അദ്ദേഹമായിരുന്നു നമ്മുടെ ട്രംപ് കാർഡ്. ലാസ്റ്റ് വരെ അദ്ദേഹത്തിനെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഇതിനകത്ത് ഒരു തടസ്സം വരികയാണെങ്കിൽ ഹീ വിൽ ബി ദ പേഴ്സൺ ഹൂം വി വിൽ കോൾ. ബിക്കോസ് വി നോ അദ്ദേഹമാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹീസ് എ സെൻട്രൽ മിനിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള പവറും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന് നമ്മളെ വർഷങ്ങളായിട്ട് അറിയാം. 2008 തൊട്ടൊക്കെ അറിയാം അദ്ദേഹത്തിന് നമ്മളെ വളരെ നന്നായിട്ട് അറിയാം. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ഹി ഹാസ് എ സോഫ്റ്റ് കോർണർ ഫോർ ചിൽഡ്രൻ. അദ്ദേഹത്തിന് പെൺകുട്ടികളോട് എസ്പെഷ്യലി ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഞാനങ്ങനെ സുരേഷ് ഏട്ടനെ വിളിച്ച് ഞാൻ സുരേഷ് ഏട്ടാ ഇതാണ് കേസ്, ഇതൊരു SOS കോളാണ്, ഞാൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഹി സെഡ്, നീ എന്താ ഇത് നേരത്തെ പറയാഞ്ഞത്? പക്ഷേ നേരത്തെ പറയാഞ്ഞെന്ന് പറഞ്ഞാൽ സുരേഷ് ഏട്ടാ അത് അത് പ്രോസസ്സ് അതിൻ്റെ ടൈം എടുത്തോട്ടെ, അത് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ നമ്മൾ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പം ആരും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ദ സിസ്റ്റം ഡസൻറ്റ് വാണ്ട് us ടു ഡൂ ദിസ്. അങ്ങനൊരു അവസ്ഥയിൽ എത്തി നിൽക്കുവാണ്. കുഞ്ഞിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമുക്കിതിൽ നിന്നും പിന്മാറാൻ പോലും പറ്റില്ല. ബിക്കോസ് അത്രയും നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റഡ് ആയിപ്പോയി കഴിഞ്ഞു. സോ ദെൻ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഫുൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് അദ്ദേഹം ആഫയുടെ ലൈസൻസ് പുതുക്കി തന്നു. ഐ ആം എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ഹിം. അദ്ദേഹം, എനിക്കറിയില്ല, ഞാൻ പ്രീവിയസ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ ഈ ഒരു കടം വീട്ടാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയും വി ആർ ഇൻഡെപ്റ്റഡ് ടു ഹിം. സോ ദെൻ ആഫയുടെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞ് ഇത് കോർട്ടിലേക്ക് പോയി. കോർട്ടിൽ ഡിസംബറിലാണ് പോകുന്നത്. വീണ്ടും ഡിസംബർ ഒരു ന്യൂ ഇയർ അടുപ്പിച്ച്, ക്രിസ്മസ് ന്യൂ ഇയർ അടുപ്പിച്ച് വീണ്ടും അവധിയാണ് കോർട്ടിന്. ദെൻ ജാനുവരി ഒരു മിഡോടുകൂടിയാണ് വേർബലി ഒരു വിധി പറയുന്നത്. ദെൻ സ്പീഡ് പോസ്റ്റ് വഴി ഇത് മറ്റേ ഫിസിക്കലായിട്ടുള്ളൊരു സ്റ്റാമ്പ് ചെയ്ത പേപ്പർ ആ ഹോമിലെത്തണം. നാട്ടിലത്തെ വേറൊരു വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നത് 2 ആഴ്ച എടുക്കും എന്നുള്ളതാണ്. എന്ത് സ്പീഡാണ് ഇവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ദാറ്റ് ഇസ് അഗെയിൻ സംതിങ് വിച്ച് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇന്ത്യയൊക്കെ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴും ഇന്നും ഈ സ്പീഡ് പോസ്റ്റിൽ നമ്മൾ റിലൈ ചെയ്യുന്നു. സ്പീഡ് പോസ്റ്റ് എടുക്കുന്നത് തന്നെ 2 ആഴ്ചയാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൻ്റെ ഒരു ലോജിക്ക് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് ഈസ് വെരി സാഡ്. ആൻഡ് ദെൻ ഒരു ഫെബ്രുവരി 2026 കൂടിയാണ് ഫൈനലി ഇവർക്ക് NOC ഒരു പേപ്പറിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. ദെൻ നമ്മൾ ഒന്ന് സമാധാനപ്പെട്ടു. ഫൈനലി കോർട്ട് ഓർഡർ വന്നല്ലോ, ഇനിയിപ്പോൾ ആകെ ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ട്, പാസ്പോർട്ടും ഉണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എന്തായിരുന്നു, മാർച്ച് 1 കൂടി നാട്ടിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തോട്ട്. പക്ഷേ അപ്പോഴാണ് ഇവിടുത്തെ ആ ഒരു അൺറെസ്റ്റും ഒക്കെ വരുന്നത്. സോ ദെൻ വി പുഷ്ഡ് ഇറ്റ് ടു ദ 8th March. ആ ഒരു വിൻഡോ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ നേരെ ബോംബെയിലേക്ക് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് വി വെൻ ദേർ ആൻഡ് ദേ വർ ലൈക്ക് വെരി സർപ്രൈസ്. ഐ സെഡ്, आप लोग पहुँच गए? ഞാൻ പറഞ്ഞു യാ വി കേം. ഫ്ലൈറ്റ് കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നു. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് ऐसा ही होता है. ഇന്ത്യയിൽ ऐसा ही होता है. I'm like, അപ്പോൾ she said, no, it is going to take some more time. ये तो टाइम लगेगा. अभी तो कोर्ट ऑर्डर आया है लेकिन बर्थ सर्टिफिकेट नहीं आया. मैडम, it's been 4 weeks.
ഇതുവരെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലേ? ऐसा ही होता है ऐसा ही होता है കേട്ട് 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 ജോണിൻ്റെ എൻ്റെ കാത് തഴമ്പിച്ചു. He said, why madam? ഇതൊക്കെ നിങ്ങളാരും എന്താ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്? ഈ സിസ്റ്റം ഇങ്ങനെ അല്ലല്ലോ പ്രവർത്തിക്കേണ്ടത്. 4 ആഴ്ചയോ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, ആൻഡ് ദെൻ യു സ്റ്റിൽ സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ടേക്ക് മോർ ടൈം. ഇറ്റ്സ് നോട്ട് ഫെയർ, ഇറ്റ്സ് റിയലി നോട്ട് ഫെയർ. അപ്പോൾ ഷീ സെഡ്, നമ്മൾ എന്തോ ചെയ്യാനാ, ഇത് ബോംബെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരേണ്ടതല്ലേ. ഓക്കെ, അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ വീണ്ടും സുരേഷ് ഗോപിയെ വിളിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് സുരേഷൻ നമ്മളെ ഒരാളായിട്ട് കണക്ട് ചെയ്ത് തന്നു. ആ ഒരു മാർഗ്ഗം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു ഫ്രണ്ട്, ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ ജോസഫ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ അക്വൈൻറ്റൻസ് ആയിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജോസഫിൻ്റെ ഫ്രണ്ട് വീണ്ടും ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു ഹെഡായിട്ട് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. സോ അങ്ങനെ ജോസഫ് ത്രൂ ആണ് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ സോർട്ട് ചെയ്തത്. So in 48 hours time that got sorted, and then we were like, okay madam, birth certificate കിട്ടി, ഇനി അടുത്ത നമുക്ക് പാസ്പോർട്ട് ചെയ്യാം. പാസ്പോർട്ട് തത്കാലിൽ ചെയ്യൂ മാഡം, in 3 days time we should get the passport. അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോൾ എന്താണ്, ഇന്ത്യയിൽ അഡോപ്ഷൻ കേസസിൽ തത്കാലിൽ നമുക്ക് പാസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. That was again a shocker for us. I was like, ഇത് എന്താണിത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? സീ, ദ കോർട്ട് ഹാസ് ഗിവൺ യു എൻ NOC, റൈറ്റ്? കോർട്ടല്ലേ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ. പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇമ്മീഡിയറ്റ്ലി തരേണ്ടതല്ലേ? കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈ ആർ ദേ ഡിലേയിങ് ഇറ്റ്? ഫോർ വാട്ട്? ഇതിനകത്ത് ഞാൻ പല തവണ ഞാൻ ചോദിച്ചു, ഇനി ആർക്കെങ്കിലും പൈസയാണോ വേണ്ടത്? ബിക്കോസ് അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേഡ് ആവുന്നതെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിന് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി അവസാനം അപ്ലൈ ചെയ്തു. നോർമലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാണ്, അതായത് മാർച്ച് 16 എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏപ്രിൽ 17 നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് ഇത് കിട്ടുന്നത്, അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. ഇനി ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്യണോ? ആൻഡ് ഐ വാസ് സോ ഡിജക്റ്റഡ്, ഡിസപ്പോയിൻറ്റഡ്, ട്രോമറ്റൈസ്ഡ്. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മ ഇതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഐ വുഡ് ഹവ് ഗിവൻ ദിസ് അപ്പ്. ബിക്കോസ് അത്രയും നമ്മളെ അങ്ങ് എക്സോസ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് അൺബിലീവബിൾ ഹൗ ദ സിസ്റ്റം ഇസ് സോ ബ്രൂട്ടൽ ഓൺ യു. വൈ? യു ഡോണ്ട് ഹാവ് ടു മേക്ക് ഇറ്റ് സോ ഡിഫിക്കൾട്ട് ഫോർ ദ പേരൻസ്. നമ്മളെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ നിങ്ങൾക്കുണ്ട്. എന്നിട്ട് എന്തിന് ഇത്ര ഡിഫിക്കൾട്ട് ആക്കണം? ഫോർ എവറി സിംഗിൾ തിങ് ഇറ്റ്സ് എ no, it doesn't happen now, it doesn't happen now, this is the process, what process are you talking about? ഓഫ്, ഞാൻ തകർന്ന് തരിപ്പണമായി. എനിക്കിനി എനർജി ഇല്ല. എനിക്ക് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനോ എനിക്കിതിൻ്റെ പുറകെ പോകാനുള്ള എനർജി ഇല്ല. ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ്. അപ്പോഴാണ് എൻ്റെ സിസ്റ്റർ എന്നെ വിളിക്കുന്നത്, എന്തായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങളാരും വിളിക്കരുതേ, എന്തായി എന്ന് എൻ്റെ അടുത്ത് കോൺസ്റ്റൻ്റ്ലി ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു ഉത്തരമില്ല പറയാനായിട്ട്, കാരണം ഒന്നും ആയിട്ടില്ല ഇവിടെ. അപ്പോൾ ഷീ സെഡ്, നോ മായ, ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ, വാട്ട് ഡു യു മീൻ ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്? ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ്. I'm very, very disappointed and dejected because this is how the system is. I have to wait for another 1 more month. And then അത് കഴിഞ്ഞ് police verification. What is this? So ഞാൻ അവസാനം ജോണിൻ്റെ അടുത്ത്, എന്നെങ്കിലും വരട്ടെ, ഐ എം സ്റ്റോപ്പിങ് ഇറ്റ് ഹിയർ, ഞാൻ നിർത്തുകയാണ്, ഇനി എന്നെങ്കിലും വരട്ടെ. സോ ജോൺ മണി, എടി നീ അങ്ങനെ പറയരുത്, മനസ്സത്രയും അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആക്കരുത്. സോ അടുത്ത ദിവസം മാർച്ച് 17 ഞാൻ രാവിലെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ജോൺ പറഞ്ഞു, നീ വേണേ സുരേഷ് ചേട്ടനെ ഒന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു, എടാ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വിളിക്കൂ ഇങ്ങനെ? നമുക്കൊരാളെ വിളിക്കുന്നതിനൊരു ഒരു മടിയില്ലേ? കാരണം ഇറ്റ് ഈസ് നോട്ട് ഇവൻ ഹിസ് ജോബ്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രം അയാൾ ഇത് ചെയ്യാണ്. അപ്പം നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ then again, as I told you, ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുകയല്ലേ നമ്മൾ, നിൽക്കക്കള്ളിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു. ഞാൻ രാവിലെ 8:30 വിളിക്കുന്നത്. ഞാൻ വിളിക്കുമ്പോൾ സുരേഷ് ഏട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതേ ഉള്ളൂ. അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറേ കൂടെ എനിക്ക് സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, സുരേഷ് ഏട്ടൻ, ഐ എം സോ സോറി ദാറ്റ് ഐ എം കോളിങ് യു നൗ. എനിക്ക്
എനിക്കൊരു ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. പാസ്പോർട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു, പക്ഷെ അത് 1 മാസം കഴിഞ്ഞിട്ടാണ്. ഇല്ലില്ല, കുഴപ്പമില്ല, ഞാനത് നോക്കട്ടെ, ഞാനിപ്പോൾ തന്നെ അത് എൻ്റെ 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 PA ഉണ്ട്, ഞാൻ വിളിപ്പിക്കാം, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. യു നോട്ട് ബിലീവ്, രാവിലെ 8:30 ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. 9:30 ആയപ്പോൾ ഹിസ് PA ഇസ് മെസ്സേജിങ് മീ, മാഡം യുവർ അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ റീസ്കെഡ്യൂൾഡ് ഫോർ ദ 17th of March. അതായത് 17th of April നിന്നത് 17th of March നമ്മൾ റീസ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 12 PM ഗോ ദെയർ വിത്ത് ദ ചൈൽഡ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഐ വാസ് ലൈക്ക്, ആർ യു സീരിയസ്? നമ്മൾ പിന്നെ ഓടിപ്പടിച്ച് നമ്മൾ ആ ഹോമിലെത്തി. നമ്മൾ പറഞ്ഞു ദിസ് ഇസ് എ സിനാരിയോ, വി ഹാവ് ടു ടേക്ക് ദ ചൈൽഡ്. അവർ തന്നെ സർപ്രൈസ് ആയത് എങ്ങനെ സാധിച്ചു എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ അവിടെ പോയി. ആൻഡ് അന്ന് വൈകിട്ടായപ്പോൾ നമുക്ക് പാസ്പോർട്ട് അടിച്ച് തന്നു. ആൻഡ് ദെൻ സുരേഷൻ ആക്ച്വലി ഡിഡ് എ വീഡിയോ കോൾ വിത്ത് അസ് ആൻഡ് ഹി സെഡ് എല്ലാം ഓക്കെ അല്ലേ. ഹി ചെക്ക്ഡ് ആൻഡ് യു നോ ദ തിങ് ഈസ്, അന്ന് അമൃത് ഭാരതിൻ്റെ 3 സ്റ്റേഷൻസ് എങ്ങാണ്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. ആ ട്രെയിനിലിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് മുഴുവനും കോർഡിനേറ്റ് ചെയ്തത്. എനിക്ക് അറിയത്തില്ല എന്ത് പറയണമെന്ന്, സത്യം പറയല്ല. അത്രയും ഹി വാസ് ഇൻവെസ്റ്റഡ് ഇൻ ദിസ് കേസ്. സോ ഹി വാസ് ഗോഡ് സെൻഡ്. സത്യം എനിക്കറിയത്തില്ല, സംഹൗ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രസക്തി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബട്ട് ടുഡേ ഹി ഈസ് ഗോഡ് സെൻഡ് ഫോർ മീ ആൻഡ് ഫോർ എവർ ആൻഡ് എവർ. ഞാൻ നേത്രയെ കാണുമ്പോൾ ഐ വിൽ ഓൾവേസ് റിമെമ്പർ ഹൗ ഹി ഹെൽപ്ഡ് us get her into our lives. So this was our journey and it was exhausting. And the saddest part is, നമ്മുടെ കൂടെ തന്നെ പ്രോസസ്സിലുണ്ടായിരുന്ന വേറൊരു കുഞ്ഞുമുണ്ട്. അവരുടെയൊക്കെ ഇപ്പോഴും, ഇന്നിപ്പോൾ ഏപ്രിലാണ് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, April 2026, ഇപ്പോഴും അവരുടെ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ. Those children have not reached their forever homes. Why is the Indian system making it so difficult for parents? This is not fair, really. നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷത്തോടെയല്ലേ ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, ഞാൻ ഈ ഒരു ഇത്രയും ഇമോഷണലി ഡ്രെയിനിങ് ആയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഐ ഗോട്ട് ഇൻ ടു എ ഹോൾ. ഐ വെൻറ്റ് ഇൻ ടു എ ഹോൾ. ആൻഡ് വെൻ ഐ ഹെൽഡ് നേത്ര ഇൻ മൈ ഹാൻഡ്സ് ഓൺ ദാറ്റ് ഡേ, ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്. എനിക്ക് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയായിപ്പോയി ഞാൻ. ഇറ്റ് ടുക്ക് മീ ലൈക്ക് അറൗണ്ട് ഒരു 3 days to actually feel the warmth and feel the happiness. ഞാനിവിടെ ദുബായിൽ വന്നതിന് ശേഷമാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറഞ്ഞാൽ അവളെ ഫസ്റ്റ് ഡേ കിട്ടും എനിക്ക് ഒന്നും തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരു വികാരവും ഇല്ല, സങ്കടവും ഇല്ല, ദേഷ്യവും ഇല്ല, സന്തോഷവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പേരൻസിനെ കൊണ്ടുപോകുന്നത് ഇസ് നോട്ട് ഫെയർ. I want to ask the Indian system, why do you make it so torturous for parents? Please don't do this. Please. It's the worst thing you can do do to people, do to parents. ഞാൻ അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു ജേർണി കേൾക്കുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ഡിറ്റർ യു ഫ്രം ദിസ്, ബട്ട് ഐ ഓൾസോ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് എന്നെപ്പോലെ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ റെസിലിയൻസ് തരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ബി പ്രിപ്പയർഡ് ഫോർ ദിസ് ഡിലേ. ഈ ഡിലേ വരും, പക്ഷേ മനസ്സ് മടുക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ പ്രിപ്പയർ ചെയ്യാനോ എന്നെ ഹെൽപ്പ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. സോ മെനി പീപ്പിൾ റീച്ച്ഡ് ഔട്ട് ടു അസ്. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ അഡോപ്ഷൻ പ്രോസസ്സിൽ നിൽക്കുകയാണ്. ദർ ഇസ് വൺ ലേഡി ഹു ആക്ച്വലി ക്വിറ്റ് ഹർ ജോബ് ആൻഡ് ഷീ ഈസ് റെഡി ടു വെൽക്കം ദ ബേബി. ഞാൻ പറഞ്ഞു, ജോലി ക്വിറ്റ് ചെയ്യേണ്ടായിരുന്നു, യു കുഡ് ഹാവ് വെയിറ്റഡ്, യു റിയലി കുഡ് ഹാവ് വെയിറ്റഡ്. അവർക്ക് റെഫറൽ പോലും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ റെഫറൽ കിട്ടിയതിന് ശേഷം ക്വിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ലെറ്റ് മീ ഓൾസോ ടെൽ യു, ഇന്ത്യയിലാണെങ്കിൽ ഈ പ്രോസസ്സ് കുറച്ചും കൂടെ ഈസിയർ ആണ്. ബിക്കോസ് നിങ്ങൾക്ക് ഇന്ത്യയിലാണെങ്കിൽ പ്രീ അഡോപ്ഷൻ ട്രൈ ചെയ്യാം. പ്രീ അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ റെഫറൽ കിട്ടാൻ അപ്പോഴും എടുക്കും ഒരു 4 വർഷം. പക്ഷേ റെഫറൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ വീട്ടിൽ തന്നുവിടും. കാരണം ഔട്ട് ഓഫ് കൺട്രി കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ബിക്കോസ് പാസ്പോർട്ടും ഒക്കെ വർക്ക് ചെയ്യണമല്ലോ. പക്ഷേ എന്നാലും കുഞ്ഞ് നമ്മുടെ കയ്യിലെത്തി. അതാണല്ലോ വേണ്ടത്. ബാക്കി ഈ ഡോക്യുമെൻറ്റേഷനും ലീഗൽ സംഭവങ്ങളൊക്കെ അത് അവിടെ സൈഡിൽ കൂടെ നടന്നുകൊണ്ട് പൊക്കോട്ടെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ നമുക്ക്
കുഞ്ഞിനെ കയ്യിൽ കിട്ടുക എന്നുള്ളതല്ലേ. യു വോണ്ട് ടു സ്പെൻഡ് യുവർ ടൈം വിത്ത് ദ ചൈൽഡ്. ആ പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്, ആ ഒരു ഡെവലപ്മെൻറ്റ് ഫേസ്, ആ ഒരു ഇൻഫൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. ദാറ്റ് ഈസ് എ ടൈം അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയും അവർ ആ കൂവ് ചെയ്യുന്ന ടൈമും ഒക്കെയാണ്. സോ അതൊക്കെ പേരൻസിന് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പാടില്ല. എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് കരയാതെ എനിക്ക് പറയാനേ പറ്റത്തില്ല. ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് സുരേഷ് ഏട്ടനിലേക്ക് ആക്സസ് ഉള്ളത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പ് എടുക്കാൻ സാധിച്ചു. പക്ഷേ ഇങ്ങനെയല്ലല്ലോ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. There are so many parents who don't have access to ministers and big people, right? അവരെന്ത് ചെയ്യും? അപ്പോൾ അവരൊക്കെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സ്ലഗ്ഗിഷായിട്ട് ഇങ്ങനെ സ്നെയിൽ സ്പീഡിൽ പോകുന്നത് സഹിക്കണോ? അത് ശരിയല്ലല്ലോ. യു ആർ പുട്ടിങ് ദ പേരൻസ് ത്രൂ സോ മച്ച് ഓഫ് ട്രോമ ആൻഡ് ഇറ്റ് ഈസ് അൺഫെയർ. ടു സേ സിസ്റ്റം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല. തീർച്ചയായിട്ടും അത് ശരിയല്ല. സോ ഞാനിത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനൊരു മെയിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട് ടു ഓൾ ദ മിനിസ്റ്റേഴ്സ്, ടു ഹൂഎവർ ഐ ക്യാൻ. അതൊക്കെ എനിക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ കിടക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ്. ബിക്കോസ് ഞാൻ കടന്നു പോയ ആ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റൊരു പേരൻറ്റിന് ഉണ്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. എൻ്റെ ജേർണി പറഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ പോയിട്ടുണ്ട്. എനിവേ, അടുത്ത ഇനിയിപ്പോൾ ഓരോരുത്തരെയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആൻസർ ചെയ്യാം. ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളും അഡോപ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ബട്ട് ഐ എം എ ഡിവോഴ്സി. ഇറ്റ് ഈസ് നോൺ ദറ്റ് വി നീഡ് ടു ഹാവ് ലോട്ട്സ് ഓഫ് ഇൻകം, അതായത് സ്വത്തുക്കളൊക്കെ ഉണ്ടാകണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു പെൺകുട്ടിയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഡിവോഴ്സി ആണ് എന്നത് ഒരു ഹിൻഡ്രൻസേ അല്ല. ഇന്നിപ്പം താങ്ക്സ് ടു സുഷ്മിത സെൻ, ഷീ ഈസ് ദ വൺ ഹു ആക്ച്വലി made the change wherein single women can adopt babies. അതൊരു വിഷയമല്ല. പിന്നെ സ്വത്തുക്കളൊന്നുമില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമ്മളുടെ ഇത് കാണിക്കണം, ഒരു സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇപ്പോൾ വീടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. വി കെപ്റ്റ് എവറിത്തിങ്. നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മൾ ഫൈനാൻഷ്യലി നമുക്ക് ഒരു സേവിങ്സ് പോലെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വെക്കുന്നത് എപ്പോഴും അഡ്വാൻറ്റേജസ് ആണ്. പക്ഷേ അവർ ഇത്ര സ്വത്ത് വെക്കണം അങ്ങനൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കണം. കുട്ടിയുടെ പേരിൽ നമ്മൾ ഒന്നും എഴുതി വെക്കുന്നില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് പ്രൂഫ് ഓഫ് ഹാവിങ് ഓൾ ഓഫ് ദീസ് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പം നമ്മൾ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പം സേവിങ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാട്ടിലിപ്പം FDയിൽ നിങ്ങൾ പൈസ ഇട്ടിട്ടുണ്ട്, നിങ്ങളിപ്പം ഇൻഷുറൻസ്, ഇപ്പം റിട്ടയർമെൻറ്റ് പ്ലാനിൽ നിങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ഡോക്യുമെൻറ്റേഷനിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അനദർ മെസ്സേജസ്, നമ്മുടെ മാരേജ് കഴിഞ്ഞു, 7 years ആയിട്ടുണ്ട്, കനേഡിയൻ സിറ്റിസൺസ് ആണ്, ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും ഞങ്ങൾക്കില്ല. ബട്ട് പ്രഗ്നൻസി ഒരു പേടിയാണ്. വി ബോത്ത് ലവ് ടു അഡോപ്റ്റ് എ കിഡ്. അത് പോസിബിൾ ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പോസിബിൾ. അഗൈൻ എനിക്ക് പറയാൻ പറ്റുന്നത് UAEയിലുള്ള ഒരു റൂളാണ് കേട്ടോ. UAEയിലുള്ള പേരൻസിന് ഇപ്പോൾ ഈ ആഫ എന്ന് പറയുന്ന ഏജൻസിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫുൾ ഡോക്യുമെൻറ്റേഷൻ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് കാനഡ കൂടാതെ തന്നെ എനിക്ക് UK, അതുപോലെ ഇന്ത്യയിൽ നിന്ന് കുറേ പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. ഇന്ത്യ, UK, പിന്നെ അതേപോലെ ഐ തിങ്ക് ഇതിൻ്റെ ഇടയിൽ ഓസ്ട്രേലിയ വാസ് ഓൾസോ ദെയർ. അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ഇന്ത്യയിലുള്ള പേരൻസിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ അഡോപ്ഷൻ ചെയ്യാം എന്നുള്ളതാണ്. സോ വൺസ് യു ഗെറ്റ് ദ റെഫറൽ, നിങ്ങൾക്ക് കാരയുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ്ലി തന്നെ പോയി നിങ്ങളുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തന്നെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് വൺ ഓഫ് ദ ഏജൻസ്. ഐം ഷുവർ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ റെഫറൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ കൊണ്ടുവരാം. ബിക്കോസ് നിങ്ങൾ ഇന്ത്യയിൽ തന്നെയല്ലേ. കുഞ്ഞിനെ നാട്ടിൽ നിന്നും വേറെ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് യു കനോട്ട് ടേക്ക് ദ ചൈൽഡ് ഔട്ട് ഓഫ് ദ കൺട്രി. പക്ഷേ നിങ്ങൾക്ക് കുഞ്ഞിനെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊലേസ്. സോ ഫോർ NRIs, അഥവാ ഇപ്പോൾ ഇഫ് ദ വൈഫ് ഇസ് നോട്ട് വർക്കിംഗ് ഓർ ദ ഹസ്ബൻഡ് ഇസ് നോട്ട് വർക്കിംഗ്, വൺ ഓഫ് യു ഹാവ് ദ കപ്പാസിറ്റി ടു ഗോ ടു ഇന്ത്യ ആൻഡ് സ്റ്റേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും പ്രീ അഡോപ്ഷൻ ഓപ്റ്റ് ചെയ്യാം. ഇപ്പം എനിക്കും ജോണിനും അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളുടെ രണ്ടുപേരുടെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായിൽ നിന്നുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളിപ്പോൾ നാട്ടിൽ പോയി അത്രയും നാൾ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, സോ അതുകൊണ്ട് നമുക്കതൊരു ഓപ്ഷനേ ആയിരുന്നില്ല. ദെൻ അനദർ തിങ് ഈസ്
ഇവിടെ വേറൊരു മെസ്സേജ്, ആക്ച്വലി വി രജിസ്റ്റേർഡ് ഇൻ 2022, കറൻ്റ്ലി അവർ സീനിയോറിറ്റി ഈസ് ആന്ധ്ര 80, കേരള 90. എത്രയായിരുന്നു നിങ്ങളുടെ നമ്പർ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ആ 4 ഇയേഴ്സിൽ അധികമൊന്നും നോക്കിയിട്ടേ ഇല്ല. കാരണം ഈ നോക്കുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും വേവലാതി കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 4 ഇയേഴ്സ് വെയിറ്റ് ചെയ്യണം ഉള്ളത് കൊണ്ട് ഞാൻ അധികം ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല. ഐ തിങ്ക് നമ്മളെങ്ങാണ്ടോ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ എങ്ങാണ്ടോ 120 ആയിരുന്നു നിന്നത്. പിന്നെയാണ് നമ്മൾ കയറിയത്. പക്ഷേ ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും എടുത്ത് നോക്കുന്ന പരിപാടിയേ ഉണ്ടായിരുന്നില്ല. ഹാഫ് ഓഫ് ദ ടൈം ആ വെബ്സൈറ്റും വർക്ക് ചെയ്യത്തില്ല, അത് സ്ലോ ആണ്, അത് ലോഡ് ആവത്തില്ല. പിന്നെ നമ്മൾ കുത്തി റിഫ്രഷ് ചെയ്ത് പിന്നെ അവസാനം എനിക്ക് ബോറടിക്കും. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് വേണ്ട, വെയിറ്റ് ചെയ്യാം, കുഞ്ഞ് വരട്ടെ എന്നുള്ളതായിരുന്നു. Another messages, hi Maya, we are also in the process, we live in the UAE now, we have completed 3 years, പക്ഷേ no luck, suggest if we can do anything else other than waiting. See, ആ ഒരു റെഫറൽ കിട്ടുന്ന ടൈം ആർക്കും സ്പീഡപ്പ് ചെയ്യാൻ പറ്റില്ല. അത് സ്പീഡപ്പ് ചെയ്യാൻ സാധിക്കും ഇഫ് ദ സിസ്റ്റം ഇസ് എഫിഷ്യൻറ്റ്. എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സിസ്റ്റം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, യുനോ അത് അങ്ങനെ വേറെ ഒരു ഇൻ്റർഫിയറൻസ് ഒന്നും ഇതിനകത്ത് സമ്മതിക്കില്ല. സോ യുനോ ഇറ്റ്സ് വെരി ട്രാൻസ്പെറൻറ്റ്. ബട്ട് ഞാൻ പറഞ്ഞത് ട്രാൻസ്പെറൻറ്റ് ഇസ് ഗ്രേറ്റ്, പക്ഷേ ട്രാൻസ്പെറൻസിയോട് കൂടെ തന്നെ എഫിഷ്യൻസിയും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടു ടെൽ മീ ദാറ്റ് യുനോ ദ നമ്പർ ഓഫ് parents are more than the children really doesn't make sense to me. Because നമ്മൾ എത്ര വാർത്തകളാണ് കാണുന്നത്, അവിടെ ഒരു കുഞ്ഞ് അബാൻഡൻഡ്, ഇവിടെ ഒരു കുഞ്ഞ് അബാൻഡൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര വാർത്തകളാണ് കാണുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഒരു കണക്ക് വെച്ച് ഏകദേശം 26,000 കുഞ്ഞുങ്ങളോളം ഒരു ഓൺ ആൻ ആവറേജ് പെർ ആനം ഉണ്ട് അബാൻഡൻഡ് ആയിട്ടും ഇതുപോലെ അഡോപ്ഷനും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്നത്. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്യാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലിറ്ററലി ഒരു 10,000 കുഞ്ഞുങ്ങളെ ഉള്ളൂ രജിസ്ട്രേഷനിൽ വരുന്നത്. അപ്പോൾ കാരയുടെ ഈ രജിസ്ട്രേഷനിൽ ഒരു 10,000 കുഞ്ഞുങ്ങളെ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കി 16,000 കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു? ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇന്ത്യയിൽ ദർ ഇസ് എ മാസീവ് ഇല്ലീഗൽ channel that is happening, that is flourishing. വളരെ സ്ട്രോങ് ആയിട്ട് മാസീവ് ആയിട്ട് ഒരു ഇല്ലീഗൽ ചാനൽ പ്രവർത്തിക്കുന്നുണ്ട്. നൗ ടു ദ ഗവൺമെൻറ് അഗൈൻ, നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റത്തിനെ കില്ല് ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റം നിങ്ങൾ എഫിഷ്യൻ്റ് ആക്കൂ. ബിക്കോസ് പീപ്പിൾ വാണ്ട് ടു ഗോ വിത്ത് ദ ഗവൺമെൻറ്, ഗോ വിത്ത് ദ ലീഗൽ സിസ്റ്റം, സോ ദാറ്റ് ദർ ഇസ് നോ ദ ഹാസൽസ് ആഫ്റ്റർ ദാറ്റ്. ഇപ്പോൾ നേത്ര ഈസ് എൻറ്റയർലി അവേഴ്സ്. എവിടെയും നമ്മൾ പറയാതെ അവൾ അഡോപ്റ്റഡ് ആണെന്ന് പോലും ഒരാൾക്കും അറിയില്ല. ബിക്കോസ് ഹെർ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഹെർ പാസ്പോർട്ട്, എവറിത്തിങ് ഹാസ് അവർ നെയിം ഓൺ ഇറ്റ്. So it is wonderful that the system is extremely transparent and clean, but it is not efficient. Please make it efficient. That is what you need to do. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 4 ഇയേഴ്സിൻ്റെ വെയിറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ട്. ബിക്കോസ് ആ സിസ്റ്റം ഇപ്പോഴും ക്ലിയർ അല്ല, സിസ്റ്റം അത്രയും എഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ആ 4 വർഷത്തെ വെയിറ്റിംഗ്. Another message is, hi Maya, you both are such an inspiration for the two of us, and I always tell my cousin, but she's very scared if the real parents would come someday. Oh no, the real parents does not even know us. They have no idea. See, ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിനെ ഒരു ഹോമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ they keep the child for almost 6 months. ഓൾമോസ്റ്റ് ഒരു 5 to 6 months കുഞ്ഞിനെ ആ ഹോമിൽ തന്നെ വെക്കും. ആൻഡ് അതിനുള്ള റീസൺ ഇസ് ആ പേരൻറ്റിന് എപ്പോൾ വേണേലും തിരിച്ചു വന്ന് കുഞ്ഞിനെ ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു ടൈം സ്പാനാണ് കൊടുക്കുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞ സിസ്റ്റം ആക്ച്വലി നല്ലതാണ്, ക്ലീനാണ്, ആൻഡ് അവർ കുറേ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇടയിലുള്ള ആൾക്കാരെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത്. സോ അവരങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കുഞ്ഞിനെ സറണ്ടർ ചെയ്യോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയാലോ ആ കുഞ്ഞിനെ 6 മാസത്തോളം ആ ഹോമിൽ അവർ വെക്കും. അതിന് ശേഷമാണ് ആ കുഞ്ഞിനെ പോർട്ടലിലേക്ക് ഇടുന്നത് ഫോർ അഡോപ്ഷൻ. സോ ദേ ഡോണ്ട് നോ. ഇപ്പം നേത്രയുടെ പേര് പോലും നേത്ര എന്നായിരുന്നില്ല, നമ്മളായിട്ട് ഇട്ട പേരാണ്. സോ നേത്രയുടെ പേരൻറ്റ് ആരാണെന്നുള്ളത് നമുക്കും അറിയില്ല, നേത്രേനെ ആരാണ് എടുത്തതെന്ന് അവർക്കും അറിയില്ല. It's completely anonymous. Nobody is going to come claim the child, because now legally the Indian court has given you the baby. On her passport, on her birth certificate, it is our name. Nobody can claim her again. ഇനി നമ്മളാണ് അവളുടെ പേരൻസ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. സോ ഞാനോ ജോണോ പറയാതെ ആരും അറിയാൻ പോകുന്നില്ല നേത്ര ഇസ് നോട്ട് ആ ബേബി എന്നുള്ളത്.
സോ ബയോളജിക്കൽ ഒരു കുഞ്ഞ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. യു ക്യാൻ ബി എ പേരൻറ്റ് അതർവൈസ് ഓൾസോ. വി വെരി സ്ട്രോങ്ലി ബിലീവ് ഇൻ ദാറ്റ്. ദാറ്റ്സ് വൈ വി സ്റ്റാർട്ടഡ് ദിസ് ജേർണി ടു. Another message that I have is, hi Maya, my husband and I have been married for 9 years. I've always had a dream to adopt a baby, but after marriage, എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും ആ ഒരു റിക്വസ്റ്റിനോട് വലിയതായിട്ട് താല്പര്യം കാണിച്ചില്ല. I even tried to adopt when I was single, however it did not work since my pay did not allow me to go forward with adoption. Recently എൻ്റെ ഹസ്ബൻഡിന് മനസ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ മാറിയിട്ടുണ്ട്. I have tried to register in Kara, however it seems to be difficult, and heard a lot of stories that it is mandatory for the parents to register property in the name of the child. No, as I told you, കുഞ്ഞിൻ്റെ പേരിൽ നമ്മൾ ഒന്നും എഴുതി വെക്കുന്നില്ല. നമ്മളുടെ ആസ്തി പക്ഷെ നമ്മൾ കാണിക്കണം. ആസ് ഐ ടോൾഡ് യു, കുറച്ച് നേരം മുന്നേ ഞാൻ ആ ഒരു ആസ്പെക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വുഡ് അപ്രിഷിയേറ്റ് ഇഫ് യു കുഡ് ലെറ്റ് മീ നോ ഹൗ മച്ച് ദിസ് ഹോൾ പ്രോസസ് കോസ്റ്റ്. ഓക്കെ, പ്രോസസ്സ് ഇതിനകത്ത് യെസ് ദർ ഇസ് എ ഫീ. നമ്മൾ കൊടുത്ത 50,000 ഇന്ത്യൻ റുപ്പീസാണ് കൊടുത്തത്. 50,000, അതായത് എല്ലാം കൂടി ഇവിടുത്തെ ആഫയുടെ ഫീസും അവിടുത്തെ വക്കീലിൻ്റെ ഈ കോർട്ടിൻ്റെയൊക്കെ ഒരു ഫീസ് ഉണ്ടല്ലോ, അഡ്വക്കേറ്റിൻ്റെയും ഒക്കെ ഉള്ള ഫീസ് ഉണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്തിട്ട് മേ ബി ഓവറോൾ ആയിട്ടൊരു 5,000 ദിറംസ് അടുപ്പിച്ച് വരുമായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഫ്ലൈറ്റ് ഫെയർ ഒന്നും ഇതിനകത്ത് ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു കഴിഞ്ഞ വർഷം മുഴുവൻ നമ്മുടെ ട്രിപ്സ് പോയി ടു ഇന്ത്യ ആൻഡ് ടു സീ ഹെർ, അപ്പോൾ അതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ബട്ട് ഈ ഒരു പ്രോസസ്സിൻ്റെ പൈസ എന്ന് പറയുന്നത് ക്ലോസ് ടു അറൌണ്ട് 5,000 ദിറംസ് ആണ്. Again, പറഞ്ഞിരിക്കുന്നു, hi Maya, congratulations and it's truly inspiring. I wanted to ask you, what is the adoption process for a couple who already have a son and wish to adopt a girl child? Recently one of our friends also, they already have a girl child and they want to adopt a baby now. അപ്പം അവർക്കൊരു ബയോളജിക്കൽ കുഞ്ഞുണ്ട്. സെയിം പ്രോസസ്സാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇപ്പം ഞാൻ അറിഞ്ഞത് ഇപ്പോഴത്തെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് അവർ റീജിയണലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇഫ് യു ബിലോങ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ, നിങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞും സൗത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. സോ അങ്ങനൊരു ചേഞ്ച് കൊണ്ടുവന്നതായിട്ട് എനിക്കറിയാം. പക്ഷേ അത് NRIസിലേക്ക് ആപ്ലിക്കബിൾ ആയോ എന്നുള്ളത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാനൊരു ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് NRIസിലേക്കും അത് ആപ്ലിക്കബിൾ ആയി എന്നുള്ളതാണ്. സോ it doesn't matter. See, ബാക്കി പ്രോസസ്സ് എല്ലാം സെയിം ആണ്. ഓൾ യു ഹാവ് ടു ഡു ഇസ്, നിങ്ങളുടെ രണ്ടുപേരുടെയും കളക്റ്റീവ് ഏജ്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കളക്റ്റീവ് ഏജ് എത്രയാണെന്ന് നോക്കുക. നിങ്ങൾക്കൊരു ഇൻഫൻറ്റിനെ കിട്ടാനായിട്ട് 80 വയസ്സിന് താഴെ ആയിരിക്കണം. 80 വയസ്സിന് താഴെയാണെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ എ ഗേൾ ചൈൽഡ് ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സെയിം പ്രോസസ്സാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. I would appreciate if you could kindly provide the details, registration and required documents. ഓക്കെ, രജിസ്ട്രേഷൻ ആസ് ഐ ടോൾഡ് യു കാരയുടെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ UAE-ലാണെങ്കിൽ ആഫ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ആഫയിൽ മനീഷ് അറോറ ഇസ് ദ വൺ ഹു ഇസ് ഡൂയിങ് ഓൾ ദ ഡോക്യുമെൻറ്റേഷൻ റൈറ്റ് നൗ. മനീഷിൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുത്തേക്കാം, വിച്ച് വിൽ ബി ഈസിയർ ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഫോൺ ചിലപ്പം ഫോൺ നമ്പറും ഐ തിങ്ക് ഇസ് ഓക്കെ ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് പബ്ലിക്. ആൻഡ് ദെൻ ഐ വിൽ ഗിവ് യു ഹിസ് നമ്പർ ആസ് വെൽ. ആ ഒരു നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആൻഡ് വാട്സാപ്പ് ഹിം, ഓക്കെ, ഡോണ്ട് നോട്ട് വോയിസ് നോട്ട് ഹിം ബട്ട് വാട്സാപ്പ് ഹിം. ഹോപ്പ്ഫുള്ളി ഹി വിൽ റെസ്പോണ്ട്. എനിക്ക് അവരുടെ റെസ്പോൺസും എനിക്ക് അത്ര എനിക്ക് ഭയങ്കര ഇംപ്രസീവ് അല്ല. ബിക്കോസ് ഒരു സങ്കടമുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു, പക്ഷേ ഒരു കൺഗ്രാജുലേറ്ററി നോട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സം പീപ്പിൾ സംടൈംസ്. അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത്രയും ആൾക്കാർ കൺഗ്രാജുലേഷൻസ് പറഞ്ഞപ്പോൾ ദ പേഴ്സൺ ഹു റിയലി ഹാഡ് ടു ഗിവ് us കൺഗ്രാജുലേഷൻസ് ഡിഡ് നോട്ട് ഡു ഇറ്റ് യെറ്റ്. സോ അതിനകത്ത് എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ everybody is eligible, but if you want an infant, as I told you, collective age has to be below 80 and estimated time limit, 4 years, 3.5-4 years എടുക്കും ടു ഗെറ്റ് എ റെഫറൽ. ഓക്കെ, റെഫറൽ കിട്ടാനായിട്ട്, അതൊരു കുഞ്ഞിനെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട്. പിന്നെ യു ഡോണ്ട് ഗെറ്റ് ടു ചൂസ്, ബൈ ദ വേ. കുഞ്ഞിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആർക്കും ഇല്ല. ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് അങ്ങ് തരും. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് ദ യൂണിവേഴ്സ് ബ്രിങ്ങിങ് യു ടുഗെദർ. ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് വേറെ ഒരു ഇഫ് യു റിജക്റ്റ് എ ചൈൽഡ് യു ഹാവ് ടു ഗിവ് എ വെരി വാലിഡ് റീസൺ ആസ് ടു വൈ യു ആർ റിജക്റ്റിംഗ് ദ ചൈൽഡ്. ജെൻഡർ സെലക്ഷൻ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇഫ് യു വോണ്ട് എ ബേബി ഗേൾ, ബേബി ബോയ്, അത് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അനദർ ക്വറി ഈസ്, ഡു യു ഗെറ്റ് ടു പിക്ക് ദ സ്റ്റേറ്റ് യു അഡോപ്റ്റ് ഫ്രം? നോ. നമുക്ക്
വേണമെങ്കിൽ പറയാതെ, പക്ഷേ പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോ ദാറ്റ് യു കീപ് യുവർ ഓപ്ഷൻസ് ഓപ്പൺ. മനസ്സിലായോ? കുറേ കൂടി നമുക്കൊരു വൈഡർ ഒരു സ്കോപ്പ് കിട്ടും. പക്ഷേ ആസ് ഐ ടോൾഡ് യു എ ഫ്യൂ മിനിറ്റ്സ് ബാക്ക്, ഇപ്പോൾ ഉള്ള ഒരു റൂൾ എന്ന് പറയുന്നത്, നമ്മൾ സൗത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് തന്നെയായിരിക്കും കുഞ്ഞിനെ വരുന്നത്. പക്ഷേ അതിപ്പോൾ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ആവാമല്ലോ. ചിലപ്പോൾ ആന്ധ്രയാകാം, ചിലപ്പോൾ കർണാടകയാകാം, കേരളമാകാം, തമിഴ്നാട്, അങ്ങനെ ആകാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ എനിക്ക് കേരളത്തിൽ നിന്ന് മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ലിമിറ്റിംഗ് യുവർ ഓപ്ഷൻസ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. One message that I have is, hi Maya, please don't get me wrong, ഇത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ ബ്ലെയിം ചെയ്യാനോ ഒന്നുമല്ല. പക്ഷേ വാട്ട് വാസ് എ റീസൺ ഫോർ അഡോപ്ഷൻ? എൻ്റെ ഒരു കസിൻ ഇതേപോലെ തന്നെ കുറേ നാൾക്ക് മുന്നെയാണ് കല്യാണം കഴിച്ചത്. അവർക്ക് എല്ലാ ടെസ്റ്റും നോർമലായിട്ട് വന്നു, ബട്ട് ദേ വർ അണേബിൾ ടു കൺസീവ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കൺഫർമേഷൻ കിട്ടിയിരുന്നോ? സിയസ് ഐ ടോൾഡ് യു, ലൈക്ക് നമ്മുടെ പ്ലാൻ എ വാസ് ഓൾവേസ് ദിസ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്ലാൻ. പക്ഷേ യെസ്, എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൺസീവ് ചെയ്തില്ല. ബട്ട് അത് ഞാൻ അതോടുകൂടി ഞാൻ അതിനെ വിടുകയും ചെയ്തു. ഞാൻ അങ്ങനെ കൂടുതൽ അതിൻ്റെ പുറകെ ഓടുകയോ അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വീണ്ടും മൾട്ടിപ്പിൾ ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. സി, ഇഫ് ഐ വാണ്ടഡ് എ ബയോളജിക്കൽ ചൈൽഡ്, ഇന്നത്തെ കാലത്ത് അത് സാധിക്കും. അത്രയും സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സറോഗസി ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാം. പക്ഷേ അതിലേക്കൊന്നും എനിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ്, ദിസ് ഈസ് വാട്ട് വി വാണ്ടഡ്. സോ ദിസ് വാസ് ഓൾവേസ് എ പ്ലാൻ എ. ആൻഡ് ഐ തിങ്ക് ഓവറോൾ ആയിട്ട് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ആൻസർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് DM me കേട്ടോ, ഞാൻ എന്തായാലും റിപ്ലൈ അയക്കാം. സോ മനീഷ് അറോറിനെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് അദ്ദേഹം അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും. എല്ലാ ഡോക്യുമെൻറ്റേഷനും, കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു ഹോം സ്റ്റഡി റിപ്പോർട്ടുണ്ട്, പിന്നെ അതുപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കേണ്ട കാര്യങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ പേരിലൊന്നും എഴുതി വെക്കണ്ട, പക്ഷേ എന്നാലും ഓൾ ദോസ് ഡോക്യുമെൻറ്റ്സ് ഹെൽപ്പ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് ലെറ്റർ വേണം, സാലറി സർട്ടിഫിക്കറ്റ് വേണം, ഓൾ ഓഫ് ദാറ്റ്, നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി, പിന്നെ വീടിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുള്ള ഒരു ഫുൾ ഡോസിയറൊക്കെ നിങ്ങൾ ഇവൻച്വലി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ആൻഡ് ആസ് ഐ ടോൾഡ് യു, എൻ്റെ ഉദ്ദേശം നിങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ ഇനി അങ്ങോട്ടുമുള്ള ആൾക്കാർക്കൊരു ഇമോഷണൽ റെസിലിയൻസ് തരുമെങ്കിൽ എൻ്റെ ഉദ്ദേശം നടന്നു. സോ പിന്നെ ഒരു മെസ്സേജും കൂടെ ഉള്ളത്, മായ നേത്ര എന്നുള്ള പേര്, അതെങ്ങനെയാണ്? മോളുടെ പേര് അത് തന്നെയായിരുന്നോ, അതോ നിങ്ങളാണോ ചൂസ് ചെയ്തത്? നേരത്തെ തന്നെ ചൂസ് ചെയ്ത് വെച്ചിരുന്നതാണോ? നോ, ആക്ച്വലി നേത്ര എന്നുള്ള പേര് നമുക്ക് എവിടെയും നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് വെൻ വി സോ ഹർ, കുഞ്ഞിൻ്റെ റെഫറലിൽ കിട്ടി, നമ്മൾ എന്നിട്ട് മോളെ ചെന്ന് കണ്ടു, നമ്മളിന്ന് തിരിച്ച് ദുബായിൽ വന്ന്, സോ വി ആർ ലുക്കിംഗ് അറ്റ് ഹർ പിക്ചർ ആൻഡ് ഹർ ഐസ്, അവളുടെ കണ്ണുകൾ വലിയ കണ്ണാണ്. ആൻഡ് ഞാനും ജോണും ഒരേപോലെ തന്നെ വി സെറ്റ് ദ സെയിം നെയിം. ആക്ച്വലി ഞാൻ നേന എന്നാണ് പറയുന്നത്, ജോൺ നേത്ര എന്നും പറഞ്ഞു. ഐ സെഡ് നേത്ര ഈസ് എ ബ്യൂട്ടിഫുൾ നെയിം, വി ആർ ഗോയിങ് വിത്ത് നേത്ര. സോ അങ്ങനെയാണ് അവളുടെ പേരിട്ട്. ആൻഡ് ഐ ഫെൽറ്റ് അല്ലാതെ തന്നെ സിംബോളിക്കലി ഓൾസോ ആ പേര് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം നമ്മളുടെ കൃഷ്ണമണി പോലെയാണ് അവൾ നമുക്ക്. അപ്പോൾ Netra is a very, very symbolic name too, and that's how we came to name her Netra Maya Jean. And അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു ജേർണി ഞാൻ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ക്വയറീസ് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ആൻസർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും വിട്ടുപോയിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പം മനീഷിൻ്റെ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ കൊടുക്കാം. ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം. ഇവിടെ UAE ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആഫയിലെ ഈ ഒരു കോൺടാക്റ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫോർ ദ റെസ്റ്റ് ഓഫ് യു ഹു ആർ ഇൻ ഇന്ത്യ ഓർ ഇൻ US ഓർ കാനഡ ഓർ UK, ഐ തിങ്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഏജൻസി അവിടെ ഉണ്ടാകും. ജസ്റ്റ് ഗൂഗിൾ, ഐ എം ഷുവർ യു വിൽ ഫൈൻഡ് ഇറ്റ്. കാറയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏജൻസി നിങ്ങളുടെ അവിടെ ഏതാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം. ആൻഡ് ഐ ഹോപ്പ് you all have a very beautiful journey ahead.